ഓക്കെ. ഇപ്പൊ എൻഡോമെട്രിയോസിന്റെ സാർ പറഞ്ഞു ഇപ്പൊ ഈ പ്രായം മുതൽ ഈ പ്രായം വരെ ഉണ്ടാവും എന്നുള്ളത്. അത് എങ്ങനെയാ മനസ്സിലാക്കുക? അപ്പൊ ഒരാൾക്ക് അത് ഉണ്ട് എന്നുള്ളത് ഒരു സ്ത്രീക്ക് ഏർലി സ്റ്റേജിൽ മനസ്സിലാക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത്. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കാം, സ്വയം മനസ്സിലാക്കാം? കാര്യമായിട്ട് പ്രത്യേകിച്ച് അതിന്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് തന്നെയാണ്. പറഞ്ഞ പോലെ അടിവയറ്റിലുണ്ടാകുന്ന ശക്തമായ വേദന പീരീഡ്സ് സമയത്ത്, ചിലപ്പോൾ അത് പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങും. ഓക്കെ, അത് നല്ല വേദന തന്നെ പോകാം. അതിന് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വരാറുണ്ട്. സഹിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് പോവാറുണ്ട്. ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്, അതുപോലെ തന്നെ കാലിലേക്ക് വേദന, ഡിപ്രഷൻ, അതുപോലെ തന്നെ ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പരിശോധനകൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ടേഷനും അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നാൽ യൂഷ്വലി ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും. ഡിപ്പെൻസ് ഓൺ ദ മാരീഡ് ആണോ അൺമാരീഡ് അതുപോലെ ഇരിക്കും. അതിനുശേഷം കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ, മെയിൻലി അൾട്രാസൗണ്ട് സ്കാൻ, കൂടുതലും വജൈനൽ സ്കാൻസ് ആണ് ഇതിന് പ്രിഫർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇമേജിംഗ് പോലെ MRI പോലത്തെ ഇമേജിംഗ് ചിലപ്പോൾ ചെയ്യാറുണ്ട്. നമുക്ക് ക്ലിയർ കട്ട് ആയിട്ടുള്ള പിക്ചർ അതിനകത്ത് കിട്ടിയ, പ്രത്യേകിച്ചും ഓവറിയിലൊക്കെ ദ്രാവകങ്ങളൊക്കെ ഒന്ന് തടിച്ച് വീർത്തിരിക്കുന്നതും അതുപോലെ തന്നെ അണ്ടവാഹിനി കോയിലുകളൊക്കെ വണ്ണം വെച്ചിരിക്കുന്നതും ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ CA-125 എന്നൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അതിനുവേണ്ടി മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റേ അല്ല, പക്ഷേ എൻഡോമെട്രിയോസിൽ അത് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം ട്രീറ്റ്മെന്റിന്റെ പാർട്ടായിട്ട് നമുക്ക് ആ CA-125 ലെവൽ പലപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പൊ സാർ പറഞ്ഞു നമ്മുടെ പീരീഡ്സ് തുടങ്ങുന്ന പ്രായം മുതൽ, അതായത് എന്റെ ചെയ്യുന്ന ഒരു പ്രായം വരെ ഇത് വരും. അപ്പൊ ഒരു പ്രാവശ്യം ഇപ്പൊ കുട്ടികളുള്ള ആളുകൾക്ക് പിന്നീട് ഇത് വരാനുള്ള ചാൻസസ് ഉണ്ടോ? അതല്ല ആ സ്റ്റാർട്ടിംഗ് ഏരിയ നിന്നാണോ ഇതിന്റെ ഒരു തുടക്കം വരുന്നത്? പലപ്പോഴും നമുക്ക് എൻഡോമെട്രിയോസിലുള്ള കാര്യം അറിയേ ഉണ്ടാവില്ല. ഒരു കുട്ടികളില്ലാത്ത എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ്റെ, വന്ധ്യതയ്ക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും എൻഡോമെട്രിയോസിസ് ഉള്ള കാര്യം തന്നെ അറിയുന്നത്. പക്ഷേ വൺസ് ഡയഗ്നോസ്ഡ് ഇത് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യേണ്ടത്, ചിലത് കൂടിയും കുറഞ്ഞും ഇങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ്.